ഇത് വലിയ നഷ്ടമാണ്. ഇതോടുകൂടി നമ്മുടെ KSRTC എന്ന പൊതുമേഖലാ സ്ഥാപനം മുങ്ങിത്താഴും എന്നാണ് വിമർശനം. കാരണം ഇങ്ങനെയുള്ള കൺസെഷൻ ആവശ്യമില്ല എന്ന് വാദിക്കുന്ന ഒരു ജനവിഭാഗം കേരളത്തിലുണ്ട്. അവർക്ക് വലിയ പൊതുജന കാര്യങ്ങളിൽ വലിയ താല്പര്യമുള്ള ആൾക്കാരാണ് എന്നാണ് അവർ നടിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇത്തരം സാമൂഹിക ക്ഷേമ നടപടികളുടെ ഫലം എന്ത് എന്നാണ് നമ്മൾ ഇക്കാര്യത്തിൽ ആദ്യം ആലോചിക്കേണ്ടത്. സ്ത്രീകൾക്ക് കേരളത്തിൽ ഓർഡിനറി ബസ്സുകളിലാണ് ഇപ്പോൾ കൺസെഷൻ കൊടുത്തിട്ടുള്ളത്, ഈ പൂർണ്ണമായും സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ വളരെ വിജയകരമായി ഇത് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്ന് ആം ആദ്മി പാർട്ടി സർക്കാർ വന്നതിന് ശേഷം ഡൽഹിയാണ്. തമിഴ്നാട്ടിൽ എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്, കർണാടകത്തിലുണ്ട്, AC ബസ്സുകളിൽ ഇല്ല, തെലുങ്കാനയിലുണ്ട്. അപ്പൊ 4 സംസ്ഥാനങ്ങളുടെ മാതൃക മുന്നിലുണ്ട്. അതിൽ നമ്മൾ പഠന വിഷയമാക്കേണ്ട ഒരു മാതൃകയെക്കുറിച്ച് ഞാൻ പറയാം. അതുമായിട്ട് കേരളത്തിൽ സംഭവിക്കുന്ന ഇത് താരതമ്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് ഡൽഹിയാണ്. ഡൽഹിയിലെ DTC, നമ്മുടെ KSRTCക്ക് സമാനമായിട്ടുള്ള ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകളിലും ക്ലസ്റ്റർ ബസ്സുകളിലും ഡൽഹിക്കാരായ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുണ്ട്. വർഷങ്ങളായി ഈ സംവിധാനമുണ്ട്. അത് മാത്രമല്ല, ഡൽഹിയിലെ നിർമ്മാണ തൊഴിലാളികൾക്ക്, അത് അസംഘടിത മേഖലയിലുള്ള നിർമ്മാണ തൊഴിലാളികൾക്ക്, എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും ഇതേപോലെ തന്നെ സൗജന്യ യാത്രയുണ്ട്. DTC ബസ്സുകൾ തലങ്ങും വിലങ്ങും ഡൽഹി മുഴുവനും ഓടുന്നുണ്ട്. അതിൽ AC ബസ്സുകളിൽ ഈ സൗജന്യം ഇല്ല. എന്നാൽ ഡൽഹിയിലെ ക്ലസ്റ്റർ ബസ്സുകളുണ്ട്. ക്ലസ്റ്റർ ബസ്സുകൾ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഹൈ ക്ലാസ് ആൾക്കാരൊക്കെ പോകുന്ന ബസ്സുകളാണ് എന്നാണ് സങ്കല്പം. ഇത് ഡൽഹി മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം DIMTS എന്ന സർക്കാരിൻ്റെ മറ്റൊരു കമ്പനിയുടെ കീഴിലുള്ള ബസ്സുകളാണ്. പണ്ട് ബ്ലൂ ലൈൻ ബസ്സുകൾ എന്ന സംവിധാനം ഉണ്ടായിരുന്നു. അത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബസ്സുകളാണ്. സർക്കാർ ജീവനക്കാരും ഒക്കെ ഉന്നത IAS ഉദ്യോഗസ്ഥർ പോലും ആ ബസ്സുകളിലാണ് വന്നിരുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം, ഇത് വ്യത്യസ്തമായ ഒരു കോൺട്രാക്ട് കരിയർ പോലെ വ്യത്യസ്ത റേറ്റുകൾ അതിന് ഈടാക്കിയിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.